നമ്മളൊരു 100 വർഷം പുറകിലാണ്. മോണുമെന്റ്സിന് നമ്മുടെ മൂഡ് കാണിച്ച് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു. 349 km/h പോയിക്കൊണ്ടിരിക്കുന്നത്. ചായക്കട കാണാൻ വേണ്ടി പോയവരാണ് കേട്ടോ ഞങ്ങള്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇവിടെ എത്രമാത്രം വൃത്തിയുണ്ട് എന്നുള്ളത് കേട്ടോ. ചൈനയിൽ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ടിയാമൻ സ്ക്വയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ സ്ക്വയറിനെ പറ്റിയിട്ട്. ഏകദേശം 6 ലക്ഷത്തോളം പേരെ ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ക്വയർ ആണ് കേട്ടോ ഈ ടിയാമൻ സ്ക്വയർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു രാത്രി കൊണ്ട് ലോകത്തെ വിറപ്പിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതായത് 1000 വരുന്ന വിദ്യാർത്ഥികളെ ഒരു ദിവസം കൊണ്ട് കൊന്നൊടുക്കിയ ഒരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ ഈ പറയുന്ന ടിയാമൻ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിനു ചുറ്റും ചൈനയുടെ വലിയ ഭരണ കേന്ദ്രങ്ങളാണ്. അതായത് ഈ സൈഡിൽ നിങ്ങൾക്ക് പാർലമെന്റ് കാണാം, അതേപോലെ ഈ സൈഡിൽ നിങ്ങൾക്ക് നമ്മുടെ ചൈനയുടെ ഫാദർ എന്നറിയപ്പെടുന്ന മാവോന്റെ മോണുമെന്റ് ആണ് കേട്ടോ ഇത്. പക്ഷെ ഇവിടേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റില്ല. കാരണം വേറെ ഒന്നല്ല, ID കാർഡ് വേണം. നാഷണൽ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോ പോകുന്നത് ടിയാമൻ ടവറിലേക്കാണ്. അതിനുശേഷം ഫോർബിഡൻ സിറ്റിയിലേക്ക് നമ്മൾ കടക്കും. സോ നമ്മുടെ ടൂർക്കാർ മുന്നേക്ക് ഓടിയിട്ടുണ്ട്. നമുക്ക് റീൽ എടുക്കണം, വീഡിയോ എടുക്കണം, എല്ലാം കൂടി ഒരുമിച്ച് നടക്കുന്നില്ല. ഈ കുറച്ച് ടൈമാണ് നമുക്ക് ആകെയുള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് പോവാം അല്ലെ. ഈ ഒരു സ്കോറിലേക്ക് കയറാന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് കയറി വരാനൊന്നും പറ്റില്ല. നമുക്ക് ഏകദേശം 4 to 5 റൗണ്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രമാണ് ഇതിലേക്ക് കയറാൻ പറ്റുക. ഇത് കൂടാതെ 1 day ബിഫോർ എങ്കിലും നമ്മൾക്ക് ഇതിലേക്ക് കയറാനായിട്ടുള്ള പാസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ കാണുന്ന പോലെ എല്ലാവിടെയും ക്യാമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിടെയും ക്യാമറ ആയിരിക്കും. നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ചെക്കിങ് വരാം. സോ നമ്മളത് കാണിക്കാനായിട്ട് സജ്ജരായിരിക്കണം. ഇത് കൂടാതെ അവിടെ അന്ന് നടന്നിട്ടുണ്ടായിരുന്ന, അതായത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കുട്ടികളെയും പിന്നെ കുറച്ച് വലിയവരെയും ഇവർ കൊന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാനേ പാടില്ല. നമ്മുടെ കയ്യിൽ എഴുതിയിട്ടുള്ള ബുക്കുകൾ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ബുക്കുകൾ ചൈനീസ് ഭാഷയിലല്ലാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർ അപ്പം തന്നെ കളയും എന്നുള്ളതും നമ്മളോട് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടവറിന്റെ ഉള്ളിൽ കൂടെയാണ് ഫോർബിഡൻ സിറ്റിയുടെ ഉള്ളിലേക്ക് കടക്കുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് അവരൊരു ഗേറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഉള്ളിലോട്ട് കടക്കുമ്പോഴാണ് ശരിക്കും ചക്രവർത്തിമാര് രാജാക്കന്മാരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോർബിഡൻ സിറ്റിയുടെ ഉൾഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആന്ധ്രയിൽ വന്നവരാണ് കേട്ടോ. അപ്പൊ അവരും കൂടി കാണിക്കാൻ പറഞ്ഞു നമ്മളോട്. അപ്പൊ നമ്മള് അവരും കൂടി കാണിച്ചിട്ടുണ്ട്. താങ്ക് യു. So you're enjoying the China, right? Yeah. Okay, enjoy. Have a good day. You too. Bye. Oh, he's from there. He knows my husband. Oh, okay. Okay. Thank you. Bye. Have a good day. Bye-bye. Enjoy. നമ്മളിപ്പോൾ ഉള്ളത് ഫോർബിഡൻ സിറ്റിയിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം. എവിടെ? അതെ, അവിടെ ഉണ്ട്. പതുക്കെ പോയാൽ മതി, അവിടെ പതുക്കെ നടക്കുന്നുള്ളൂ. അയ്യോ, ടൂറ് ആണോ? അയ്യോ, അവരപ്പോ നമുക്ക് കടക്കണം ഗൈസ്. അതായത് നമ്മൾ ടൂർ ഗ്രൂപ്പിന്റെ ഒപ്പം പോകുമ്പോ നമ്മുടെ കാര്യത്തിൽ വരും ഇവിടെ. അയ്യോ, ഭയങ്കര കൊറേ ദൂരം നടക്കാനുണ്ട്. കാണുന്നുണ്ടാ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടാ? എനിക്കൊന്നും അറിയുന്നില്ല. പക്ഷേ ഞാൻ നല്ല രീതിയിൽ ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം, നല്ല രീതിയിൽ ഇന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇതാണ് കാര്യം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഫോർബിഡൻ സിറ്റിയിലാണ്. അതായത് ഏകദേശം 500 കൊല്ലത്തോളം ചൈന ഭരിച്ചിരുന്ന രാജാക്കന്മാരും ചക്രവർത്തിമാരും താമസിച്ചിരുന്ന സ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാര സമുച്ചയമാണ് ഈ പറയുന്ന ഫോർബിഡൻ സിറ്റി. ഇവിടെയുള്ള പാലസ് കേട്ടോ. അതായത് ഏകദേശം 9,000 പരം റൂമുകളുള്ള ഒരു കെട്ടിടാണിത്. ഇതിലേക്ക് നമുക്ക് ഫുള്ളും കയറി കാണാനൊന്നും പറ്റില്ല. ജസ്റ്റ് നമുക്ക് ഇതിക്കൂടെ പോയി ഒന്ന് കണ്ടുവരാം എന്ന് മാത്രമേ പറ്റുള്ളൂ. ഹൈ സെക്യൂരിറ്റിയാണ്, അറിയാലോ. ഇപ്പോഴും ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ താമസിക്കുന്നതും വരുന്നതും അവരെ മെയിൻ ആയിട്ടുള്ള പല ചർച്ചകളും ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ ഒരു ഗേറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഓടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഗ്രൂപ്പ് ടിക്കറ്റ് ആയിരിക്കും. സോ ആളെണ്ണീട്ടായിരിക്കും അവർ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാം. സോ നമ്മൾ പല ഭാഗത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഓടാനുണ്ടായിരുന്ന കാരണം കേട്ടോ.
അങ്ങനെ ഈ ഒരു വഴിക്കൂടെ കടന്നു പോയപ്പോൾ ശരിക്കും നമ്മൾ താജ്മഹലിൽ നമ്മൾ ഇതേപോലത്തെ ചെറിയൊരു കവാടത്തിന്റെ ഉള്ളിൽ കൂടെയല്ലേ നമ്മൾ താജ്മഹൽ കാണാനായിട്ട് പോവാ. അതേപോലെ എനിക്ക് തോന്നിയേ. ഞാനിവിടെ ഉണ്ട്, എന്റെ ദൈവമേ. ഞാൻ അപ്പുറത്ത് നിന്നപ്പോ വിചാരിച്ചു അതാണ് കൊട്ടാരെന്ന്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ നോക്കിയ നിങ്ങള് ഇതെന്തിട്ട് കാണുന്നേ? ക്യാമറയിലൂടെ കാണുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇത് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയൊന്നല്ല. എന്റെ പൊന്നേ, ഞാൻ വിചാരിച്ച അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുത്ത് പോകാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടേക്ക് കടന്നപ്പോഴാണ് ശരിക്കുള്ള ഒരു ബ്യൂട്ടി മനസ്സിലാക്കുന്നത്. സാധാരണ ജനങ്ങള് 500 കൊല്ലം കാത്തു നിന്ന് കേറിയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോ ഈ നിൽക്കുന്ന. ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഞാനും കേറി ഈ ഫോർബിഡൻ സിറ്റിയില്. ഏകദേശം ഒരു 5-6 മണിക്കൂർ എടുക്കും ഇതിന്റെ. അത് ചക്രവർത്തിമാര് ഭരിക്കല്ലേ? ചക്രവർത്തിമാര് ഭരിക്കുമ്പോ ഓഫ് കോഴ്സ് ആരും കയറ്റത്തില്ലല്ലോ. കാരണം അവരുടെ ആ ഒരു പവറിലുള്ള സ്ഥലമല്ലേ ഇത്. നമ്മുടെ നാട്ടിലും ഉണ്ടായ പോലെ തന്നെ എല്ലാ രാജ്യത്തും രാജാക്കന്മാർക്കായിരിക്കുമല്ലോ മുൻഗണന. അപ്പൊ അവർക്ക് വേണ്ടി പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് തൊട്ട് അപ്പുറത്തായിട്ട് പരിചാരകർ, അതിന് തൊട്ടപ്പുറത്തായിട്ട് മിലിറ്ററി, അങ്ങനെ സെക്ഷൻ തിരിച്ചു തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു പാലസും എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5-6 മണിക്കൂർ വേണം ഇതിന്റെ കുറച്ച് ഭാഗമെങ്കിലും കണ്ടു തീർക്കാൻ എന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ, ഇതിന്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറാനായിട്ട് പറ്റില്ല, കാരണം ഇതെല്ലാം എംപ്റ്റി ആണ്, പിന്നെ എല്ലാം ക്ലോസ്ഡ് ആണ്. സോ നമ്മൾക്ക് ഇവിടെ ഒരു 25 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. ആ 25 മിനിറ്റിൽ നമ്മൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം. അതെ, നമ്മളിപ്പോ കാണുന്നതാണ് കേട്ടോ ഈ ഒരു പാലസിന്റെ മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് നിൽക്കുന്നത് കാണുന്നുണ്ടോ? ഈ ഒരു സ്ഥലത്താണ്. ഈ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്ക് നിങ്ങള്, ഇത്ര അധികം കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തായാലും 25 മിനിറ്റ് കൊണ്ട് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. സോ നമുക്ക് മാക്സിമം ഒന്ന് കവർ ചെയ്തിട്ട് പോവാ അല്ലെ? നിങ്ങൾ തന്നെ വന്ന് കാണണം, അതാണ് ഞാൻ പറയുള്ളൂ. കാരണം ഓരോ സ്ഥലം നമ്മൾ കവർ ചെയ്യുന്നത് എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും വന്ന് കാണാം. അത് കാണാൻ മാത്രമേ ഉണ്ട്. ചൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാവരും പറയുന്ന ഒരു ചൈനയല്ല ശരിക്കുള്ള ചൈന. ചൈന കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം, അല്ല ചേട്ടാ? ചൈന അയ്യോ വരുമ്പോ ഉള്ള പ്രതീക്ഷയല്ല വരുന്ന. നമ്മൾ പ്രതീക്ഷകൾ വളരെ ഭംഗിയായിരുന്നു. വളരെ ഭംഗിയായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നമ്മളെ കേരളത്തിലെ ആൾക്കാർ ചൈനയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് പോലെയുള്ള ചൈനയല്ല. വളരെ നമ്മളെക്കാളും ഒരു 10-100 വർഷം മുൻപ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇനി അവരെ ഇവരെ എത്ര തന്നെ ഒരു 10-50 വർഷം വളരെയധികം പഠിക്കാനുണ്ട് ചൈനയിൽ. ഞങ്ങൾ വന്നപ്പോ വിചാരിച്ച ചൈന എന്ന് പറഞ്ഞ എന്ത് രാജ്യമായിരിക്കും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഗൈഡ് എടുത്തത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ചൈന വേറെ ലെവലാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. അവരുടെ ട്രാഫിക്കുകളും അവരുടെ വഴികളും അവരുടെ കെട്ടിട ക്ലീൻനെസ്സും എല്ലാം ഭംഗിയായിരുന്നു. പിന്നെ ഒളിമ്പിക് സ്റ്റേഡിയവും അനുബന്ധപ്പെട്ടിട്ടുള്ള അപ്പാർട്ട്മെന്റ്സുകളിലെല്ലാം ഇപ്പോൾ അത് ഗവൺമെന്റ് സ്റ്റാഫുകൾക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ് വളരെ ബ്യൂട്ടിഫുൾ പ്ലാനിങ് ആണ്. അവർ പല ഇൻഡസ്ട്രിയിൽ പോലും അവരെ സ്ക്രാപ്പ് ചെയ്ത് ടൗണിലുള്ള ഇൻഡസ്ട്രിയിലെല്ലാം അവരെ ഉടച്ചിട്ട് അവർ പുതിയ സിറ്റി ഉണ്ടാക്കിയിട്ട് ഇൻഡസ്ട്രിയിലേക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയയിൽ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ മനസ്സിലായില്ലേ? ചൈന ശരിക്കും നിങ്ങൾ തന്നെ വന്ന് കാണണം. എന്റെ പേര് ഗിരിയാണ്. എന്റെ പേര് ഗിരിജ വല്ലഭൻ. ഐ ആം ഫ്രം ട്രിവാൻഡ്രം. വളരെ സന്തോഷം. വളരെ അതെ. ഞങ്ങള് വന്നപ്പോ എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാർമണി. ഇതൊരു ഹാൾ ഓഫ് ഹാർമണി ആയതുകൊണ്ടായിരിക്കും നമ്മൾ ഫുൾ ഹാർമണി ആയത്. എല്ലാവരും ഒരേ വൈബായ കാരണം കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കളിയാക്കി ചിരിച്ചും കളിച്ചിട്ടൊക്കെ നമ്മൾ പോയിട്ടിരിക്കുകയാണ്. ഭയങ്കര രസമായിരുന്നു. കാരണം തിരക്കില്ലായിരുന്നു, നല്ല പോലെ കാണാൻ പറ്റി. റോഡും എല്ലാം ഭയങ്കര. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് ചൈന, അതായത് ചൈന നമ്മൾ പറയൂലോ അവിടെ അത്ര പോരാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. നമ്മളൊരു 100 വർഷം പുറകിലാണ്. നമ്മളൊരു 100 വർഷമെങ്കിലും പുറകിലാണ്. അതായത് നമ്മുടെ റോഡ് എവിടെ കിടക്കുന്നു? ചൈനയിലെ റോഡ് എവിടെ കിടക്കുന്നു? ചൈനയിലെ റോഡ് ക്ലീൻ, അബ്സല്യൂട്ട്ലി ക്ലീൻ ആൻഡ് നീറ്റ്. ചൈനയിലെ റോഡ് വാക്യൂം ക്ലീനിങ് ആണ്. വാക്യൂം ക്ലീനിങ്
അത്ര പെർഫെക്റ്റ് ഒരു പൊടി പോലും റോഡിൽ കാണില്ല. അത്ര പെർഫെക്റ്റ്. അതുപോലെ ഈ സ്ട്രീറ്റ് ഈ റോഡിൽ കിടക്കുന്നവരൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഭിക്ഷക്കാരും അങ്ങനെ ടെന്റ് അടിച്ച് കിടക്കുന്ന, പ്രത്യേകിച്ച് ഫ്ലെക്സ് ബോർഡുകളില്ല, അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റിന് വേണ്ടിയുള്ള ഇത് ഒന്നും വെച്ചിട്ടില്ല. പേപ്പേഴ്സ് എവിടെ പോയാലും റോഡിന്റെ വിട്ട് എത്ര വലിയ പാതകളാണ് എല്ലായിടത്തും ഉള്ളത്. പിന്നെ ലാൻഡ്സ്കേപ്പ് ആണ് എടുത്തു വേണ്ടത്. സൈക്കിളിന് വേറെ സെപ്പറേറ്റ് റൂട്ട്, ഓൺലി കാറുകൾ മാത്രം. ഓട്ടോറിക്ഷ ഇല്ല, കാറുകൾ മാത്രമുള്ള റോഡുകളിൽ ഓൺലി ഒന്നുമില്ല എന്നുള്ളതാണ്. അതായത് പറഞ്ഞു വരുമ്പോ ചൈനയിൽ നിന്നും നമ്മൾ ഇന്ത്യക്കാർക്ക് കുറെ അധികം പഠിക്കാനുണ്ട്. അതെ, നമ്മൾ വിചാരിച്ചു വന്ന ചൈനയല്ല ഗൈസ്, ചൈന. ഫോർബിഡൻ സിറ്റി കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. പക്ഷെ പോകുന്ന വഴിയിലെല്ലാവിടെയും ഇതേപോലത്തെ സ്ട്രീറ്റ് ഫുഡുകളും അതേപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പിന്നെ വേറൊരു സംഭവം ഉണ്ട്. നമ്മൾക്ക് ഇവരുടെ ഈ ചൈനീസ് ഡ്രസ്സ് ഇട്ട് കണ്ട മേക്കപ്പ് ഒക്കെ ചെയ്ത് അവർ കൊടുക്കും. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇതിന് റെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. കണ്ടോ, പണം കിട്ടിയില്ലേ? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ആക്കിയിട്ടില്ലേ? ടേസ്റ്റ് ആക്കട്ടെ. എടാ എന്നൊന്ന് നോക്കണേ, ഞാൻ പിന്നെ പുളി ഉണ്ടല്ലോ, ആദ്യം കടിക്കുമ്പോ നല്ല ക്രിസ്പിയാണ്. സ്ട്രോബെറി, ഇത് സ്ട്രോബെറിയ, അടിയിലെ ഗ്രേപ്സ്. ആദ്യം കടിക്കുമ്പോ നല്ല ക്രിസ്പിയാണ്, പിന്നെ ഒരു ചെറിയ മധുരം, പിന്നെ ഒരു പുളി, പിന്നെ ഒരു സ്ട്രോബെറിയുടെ ടേസ്റ്റ്. ഓക്കെ, എല്ലാം കൂടി ഒരു മിക്സ് ആണ് കഴിക്കുമ്പോൾ. കഴിച്ചു നോക്കുന്നു. ആ വേണ്ട വേണ്ട, കഴിച്ചു കഴിച്ചെടുക്കാം. വേണ്ട വേണ്ട, കഴിക്കി. ഗ്രേപ്സ് കഴിച്ചു കണ്ടോ, ആൾക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, അങ്ങനെ ഡ്രസ്സ് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയത്തിന്റെ അഭാവം മൂലം നമ്മൾ പോവാണ്. ആ ശരി. ഇതിവരെന്തോ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ ഇന്ന് പോകുന്ന സിയാനില്ലേ, അവിടെ ഒരു മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഇതുണ്ട് എന്നാണ് എനിക്ക് കേൾക്കുന്നത്. നമുക്ക് പോയി നോക്കി നോക്കാം. ഈ ആളെ കണ്ടുപരിചയുണ്ടല്ലോ. ചൈനയിൽ നമ്മളോട് ഗൈഡ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കരുത്. അതായത് മോണിമെന്റ്സിന് നമ്മുടെ മൂഡ് കാണിച്ച് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു. അത് അവരോട് ചെയ്യുന്ന ഒരു ആദരവില്ലായ്മ, അനാദരവ്. അയ്യോ, എന്തൊക്കെ വേടുകളോ. അപ്പൊ അതാണെന്നാണ് പറഞ്ഞത്. സോ നമ്മള് ഫോട്ടോസ് എടുക്കുമ്പോ അത് ശ്രദ്ധിക്കാം. ചൈനയിൽ വരുമ്പോ അത് എടുക്കുന്നോട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവർക്ക് അത് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബസ്സുകൾ നിർത്തിയിടുമല്ലോ. അപ്പൊ നിർത്തിയിടുമ്പോൾ അതിന്റെ ചില്ലുകളെല്ലാം ക്ലീൻ ചെയ്യാണ്. കാരണം നമ്മൾ ഇനിയും വരുമ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. അവരെത്ര പ്രൊഫഷണൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് ബാഗ് എല്ലാമായിട്ട് സിയാനിലേക്ക് പോകാനായിട്ട് ബുള്ളറ്റ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബുള്ളറ്റ് ട്രെയിൻ കാഴ്ചകളായിരിക്കും കേട്ടോ. ട്രെയിൻ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെയും ശരിക്കും ഒരു എയർപോർട്ട് പോലെ തന്നെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വരുന്നത്. ഇപ്പൊ ഗ്രൂപ്പായ കാരണം കൊണ്ട് മിക്കവാറും നമ്മുടെ എല്ലാവരും ഒരുമിച്ച് പാസ്പോർട്ട് വീണ്ടും സ്കാൻ ചെയ്യാൻ കൊടുക്കണം. അങ്ങനെയല്ല, സ്കാൻ ചെയ്യാൻ കൊടുക്കണം. നമ്മൾ ഗ്രൂപ്പായ കാരണം കൊണ്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് സ്കാൻ ചെയ്യിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കയറ്റുകയാണ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ സെക്യൂരിറ്റി കഴിഞ്ഞാൽ വന്നു. ഇനി പാസ്പോർട്ടിന് നമ്മൾ കൊടുക്കണം, പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ കൊടുക്കണം, എന്നിട്ട് വേണം ഉള്ളിൽ പോകാനായിട്ട്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര സെക്യൂരിറ്റി ആണ് കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് ആളൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര ആൾക്കാരെന്നാണ് പറയുന്നത്. ഞാനിവിടെ എടുത്തു പറയാലോ, ഇവിടുത്തെ ക്ലീൻ എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കിയേ. ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ഒരു സ്ഥലത്ത് പോലും ഒന്നും കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ നമ്മൾ യൂറോപ്പിലുള്ള പോലൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമായിട്ടും കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ടും പറ്റും. നമ്മളിപ്പോൾ വെയിറ്റിംഗ് റൂമിലേക്കാണ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ട്രെയിൻ 3 മണിക്കാണ്. നമ്മളിവിടെ ഏകദേശം 2 മണിയായപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ഒരു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇനി വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവാണ്.
കണ്ടോ എയർപോർട്ടില് നമ്മള് ബോർഡിങ്ങിൽ നിൽക്കില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. കണ്ട അവിടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് വീണ്ടും കടക്കണമെങ്കിൽ ഒരു സ്കാനിങ് കഴിഞ്ഞതാണ്, ഇത് അടുത്തതാണ് കേട്ടോ. അപ്പൊ നമ്മള് ബാഗുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം, ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ടൈം വളരെ കുറവാണ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ആയിട്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ടായിരിക്കുള്ള. ഞങ്ങളെ കണ്ടില്ലേ ഇപ്പൊ ഒരുമിച്ച് ക്രിഞ്ചടിക്കാൻ എന്റെ ഇടയിൽ കൂടെ. നമ്മള് ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഏകദേശം ചൈനയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് 350 km/h കേട്ടോ. നമ്മളിപ്പോ സിയാനിലേക്കാണ് ബെയ്ജിങ്ങിൽ നിന്ന് പോയോണ്ടിരിക്കുന്നത്. ഏകദേശം 1200 കിലോമീറ്റർ ആണ് ഉള്ളത്. നമ്മളൊരു 4-5 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിച്ചേർന്നായിരിക്കും. ഇവിടെ ഞങ്ങളുടെ പാസ്പോർട്ട് അതായത് നമ്മുടെ പാസ്പോർട്ട് അവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൂർ കോഡിലാണ് നമുക്ക് വേണ്ടി അതെല്ലാം ചെയ്ത് തരുന്നത്. അപ്പൊ നമുക്ക് പാസ്പോർട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? അപ്പൊ 350 km/h പോകുന്നത്. സിയാനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1200 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. 4-5 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ചൈനയിലാണ് ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും വലിയ ഹൈ സ്പീഡ് റെയിലുള്ളത്. അതായത് ഏകദേശം 50,000 കിലോമീറ്ററോളം റെയിലുണ്ട്. അതായത് നീളത്തിലാണ് നെറ്റ്വർക്ക് ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ചൈനയിലെ ഒരു ചെറിയ സെറ്റപ്പ്. നമ്മുടെ ഏത് ക്ലാസ്സിലാന്ന് പറഞ്ഞു? സെക്കൻഡ് ക്ലാസ് ആയിരിക്കും. നമ്മൾ സാധാ ക്ലാസ്സിലാണ് പോകുന്നത്. അയ്യോ കണ്ടു അതെ 349 km/h ഇപ്പൊ പോയോണ്ടിരിക്കുന്നത്. ഞാൻ മാത്രല്ല കേട്ടാ, എല്ലാവരുടെ മൊബൈലും ഓണാണ്. ഞാൻ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആർക്കും തൃപ്തി പോരാ. അവർക്ക് അവരാരുടെ ഫോണിൽ തന്നെ എടുക്കണതാണ് പറയുന്നത്. ഇപ്പൊ വീണ്ടും വരും. എവിടെ നെക്സ്റ്റ് സ്റ്റേഷനെ വരുന്നുള്ളൂ. വന്നു സ്പീഡ് 349 km/h പോയോണ്ടിരിക്കുന്നത്. സമാധാനല്ലേ എല്ലാവർക്കും? വീഡിയോ കിട്ടിയില്ലേ? വീഡിയോ കിട്ടിയില്ലേ? അവിടെ കുറച്ചായി തുടങ്ങിയിട്ടുണ്ട്. എന്ത് വേണ്ട, ഇതൊക്കെ യൂട്യൂബിൽ വരുമോ? അതിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാ മതി. ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനേക്കാളും എന്നെ അതിശയിപ്പിച്ചത് അതിലെ ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് നോക്കിക്കേ, ഫുൾ വൈറ്റ് തീമിലായിരുന്നു ഈ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. കാരണം ഞാൻ എപ്പോഴും ഭയങ്കര ക്ലീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചൈനയുടെ അംബാസിഡർ ആയിട്ട് മാറുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. സോ ഞാനിപ്പോ ഈ വീഡിയോസ് കാണിക്കാം. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇവിടെ എത്രമാത്രം വൃത്തിയുണ്ട് എന്നുള്ളത് കേട്ടോ. ഇപ്പൊ കാണിക്കുന്നത് ചൂടുവെള്ളം കിട്ടാനായിട്ടുള്ള ആ ഒരു ഏരിയ ആണ്. കാരണം ചൈനയിൽ കൂടുതൽ പേരും കപ്പ് നൂഡിൽസ് പോലത്തെ സംഭവങ്ങളാണ് കഴിക്കുക. സോ അവർക്ക് ചൂടുവെള്ളം കിട്ടാനായിട്ടുള്ള പ്രൊവിഷനും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ പുറത്തിറങ്ങുമ്പോൾ ഒരു വാഷ് ബേസിനും ലഗേജും കാര്യങ്ങളും വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജും നമ്മുടെ ഈ ഒരു കമ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്. എയർ ഹോസ്റ്റസ് വരുന്ന പോലെ തന്നെ വന്ന് ഫുഡും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. നമ്മൾക്ക് ഫ്ലൈറ്റിലുള്ള പോലെ തന്നെ സീറ്റിന്റെ പിന്നിലതാ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഭയങ്കര ലക്ഷറിയാണ് കേട്ടോ. നമ്മുടെ വന്ദേ ഭാരതൊക്കെ ഇങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. പോകുന്ന വഴിയിൽ എല്ലാവരും കണ്ടതുപോലെ കൃഷിയിടങ്ങളും അതേപോലെ ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയാസും കാണാനായിട്ട് പറ്റും കേട്ടോ. കൂടുതൽ കൃഷിയിടങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒരേപോലെ ഇങ്ങനെ വെട്ടി നിർത്തിയ പോലെ നിൽക്കുന്നുണ്ട്. ഇത് എന്ത് വിളവാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ചായക്കട കണ്ടുപിടിക്കാൻ വന്ന ആൾക്കാരെ പിന്നാലെ പോന്നതാ. അപ്പൊ നമ്മുടെ ചായക്കട എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ ഹോട്ടൽ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 2 ചായ വാങ്ങാം. നമുക്ക് ഏകദേശം 4 മണിക്കൂറിന്റെ ജേണി ആണല്ലോ. അപ്പൊ മുന്നുണ്ടെങ്കിൽ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്ന അറിയാലോ. നമ്മൾക്ക് 2 ചായ വാങ്ങിച്ചിട്ട് പോവാം.
ഇപ്പോഴേ നമുക്ക് കോഫി കിട്ടി, നമുക്ക് ശരിക്കും നമ്മുടെ സീറ്റിലേക്ക് കൊണ്ടുവന്ന് തരും. പക്ഷെ നമ്മള് ആ കട കാണാൻ വേണ്ടി, ചായക്കട കാണാൻ വേണ്ടി പോയവരാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ചു വരികയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷ മാത്രം കേട്ടോ. ഭാഷയാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇവർ മാക്സിമം ഗൂഗിൾ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എന്ത് അടുത്തെടുത്തു. അവസാനം ഒരു യുവാനില്ല എന്ന് ആ ചേട്ടനോട് പറയണം, നമ്മുടെ ഒപ്പം വന്ന ചേട്ടനോട് പറയണം. അവർക്ക് പറയാൻ പറ്റുന്നില്ല, ബാക്കി കൊടുത്ത ഒരു യുവാനില്ല എന്നുള്ളത്. ചില്ലറിയില്ല അവരുടെ കയ്യില്. പിന്നെ അലീപ്പേ അങ്ങനത്തെ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു കുഴപ്പമില്ല, കാശ് വേണ്ട, നിങ്ങൾ സാധനം തന്നാ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ പോയോണ്ടിരിക്കുന്നത് 350 km/h കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോ ഒരു ഭയങ്കര ജാതി പാലത്തും കൂടെ പോയോണ്ടിരിക്കണം. എന്നിട്ട് പോലും ആ കുപ്പിയിലെ വെള്ളം ഒന്ന് അനങ്ങ പോലും ചെയ്യുന്നില്ല. അത്ര സ്മൂത്ത് ആയിട്ടാണ് പോയോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ചൈനയിലെ പ്രാന്തപ്രദേശങ്ങളാണ്. ഞങ്ങൾ ഇങ്ങനെ ഇത്ര നേരം പോകുന്നതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഒരു കാര്യമാണ് മനസ്സിലാക്കിയത്. ചൈന എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സിറ്റി മാത്രമല്ല, സകലയിടത്തും കാണാം. അപ്പോ ഈ പോണ സ്ഥലങ്ങളില് ചെറിയ ഇപ്പൊ ഹൈവേ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളില് നമ്മൾ സാധാരണ ഡെവലപ്ഡ് രാജ്യത്ത് കാണുന്ന പോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള സൈൻ ബോർഡുകള്, ട്രാഫിക് റൂൾസ് അനുസരിച്ച് ഓടിക്കണ ഹൈവേകള് അല്ലാണ്ട് നല്ല ഹൈവേസ്, കുണ്ടും കുഴിയില്ലാത്ത റോഡുകള്. അതെ, പിന്നെ പുല്ലുകൾ വെട്ടി നെത്തിയിരിക്കുന്നു, കൃഷിയിടങ്ങൾ അതേ ലെവലില്. എങ്ങനെയാണ് ഇപ്പൊ എക്സാമ്പിൾ ഞങ്ങൾ നെതർലാൻഡ്സിൽ യാത്ര ചെയ്യുന്നത്, അത് ഏകദേശം അതേപോലെ തന്നെയാണ് ഒരു ഫീലിംഗ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണുന്നുണ്ട് ഈ ട്രെയിനിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ. അതെ, പിന്നെ എല്ലാ സ്ഥലവും ക്ലീൻ ആണ്, എല്ലാ സ്ഥലവും ക്ലീൻ ആണ്. അല്ലാണ്ട് ഇങ്ങനെ കാട് പിടിച്ച് പ്ലാസ്റ്റിക് കൂമ്പാരം കൂടി അതൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കൂടുതൽ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന ആൾക്കാരാണ് ഇവര്. ഇവരുടെ സ്ഥലത്ത് അനാവശ്യമായിട്ടൊരു സ്ഥലത്തും പ്ലാസ്റ്റിക് ഇടുന്ന, മണ്ണിൽ കിടുന്നത് ഡീകമ്പോസ് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല. അതെ, പിന്നെ നമ്മളോട് നമ്മുടെ ഗൈഡ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്ത്യക്കാരെല്ലാവരും വരുമ്പോ ചോദിക്കും ചീപ്പായിട്ടുള്ള സാധനം ഇവിടെ കിട്ടാതെ. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് നമുക്കിപ്പോ ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന രാജ്യമാണല്ലോ ചൈന. പക്ഷെ ഇവര് പറയണത് അത് ഞങ്ങൾ ജസ്റ്റ് എക്സ്പോർട്ടിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. അത് ഇവിടുത്തെ മാർക്കറ്റിൽ അത് കിട്ടില്ല എന്ന്. ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് BYD എന്നൊക്കെ പറഞ്ഞ കാറ് പുറം രാജ്യങ്ങളിലേക്ക് ഇവര് എക്സ്പോർട്ട് ചെയ്യണതും യൂസ് ചെയ്യണതൊക്കെ. അപ്പൊ ഇവരുടെ കാര്യങ്ങൾക്ക് ഇവര് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിക്ക് വേണ്ടി മാത്രമാണ് അവർ ചീപ്പായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്, ഇവിടുത്തെ ചൈനീസ് ടൂർ ഗൈഡ് പറഞ്ഞത്. എനിക്ക് തോന്നി നെതർലാൻഡ്സിന്റെ ട്രെയിനേക്കാളും കുറച്ചുകൂടി ക്ലീനും മോഡേണും ആണ് ഇവിടുത്തെ ട്രെയിൻ. അതെ, പ്രത്യേകിച്ച് ഈ ട്രെയിനൊക്കെ ഭയങ്കര ക്ലീൻ ആണ്. നമ്മൾ ഏകദേശം ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യണ പോലെ തന്നെയാണ്. എല്ലാം പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആയിട്ട് മേക്ക് ചെയ്ത് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് അറ്റൻഡേഴ്സ് വന്ന് നോക്കി പോകുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേസ്റ്റുകൾ കൂടുന്നുണ്ടോ, എവിടെയാണ് വേസ്റ്റുകൾ തുടച്ചു പോകും. 1-2 വട്ടം തന്നെ തുടച്ചു പോയി. പ്രൊഫഷണൽസ് ആണ്. നമ്മള് വിചാരിച്ചു വന്ന ഒരു ചൈനയായിരുന്നു. ഹൈവേ തന്നെ നോക്കൂ. കാരണം എന്നെക്കാളും കൂടുതൽ മുത്തുണിക്കായിരുന്നു പേടി, എങ്ങനെയായിരിക്കും ചൈന. കാരണം അവന് സേഫ് സ്ഥലത്ത് പോവാൻ മാത്രം ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എങ്കില് ഡിഫറെന്റ്. അടിപൊളി, ഞാൻ വിചാരിച്ച പോലെ 5 മിനിറ്റ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനായിട്ടുണ്ടായത്. ഇത്ര പേർക്ക് എല്ലാ ലഗേജും അടക്കം എല്ലാരും കൂടി ടീം വർക്ക് ആയിക്കോട്ടെ. ഓരോരുത്തരും ഇറങ്ങിക്കും പെട്ടി വലിച്ചു താഴ്ത്തിക്കിട്ട് എല്ലാരും കൂടി ഇറങ്ങി. നമ്മുടെ പെട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾക്ക് പോണം ഗൈസ്. അപ്പൊ നിങ്ങൾ ബുള്ളറ്റ് ട്രെയിനിന്റെ പുറം ഭാഗം കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ആയിരുന്നത്. നമ്മൾ എന്തായാലും ഇതിന്റെ ഒരു വലിയ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നതാണ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ. യെസ്, അപ്പൊ നമ്മളിപ്പോ സിയാനിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം പാസ്പോർട്ട് വെച്ചിട്ടുള്ള കളിയാണ്. ടിക്കറ്റിന് അത്ര വലിയ വാല്യൂ ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് നേരൊക്കെ നടന്നു എന്റെ പെട്ടി തട്ടാൻ പോയി. അപ്പൊ അവര് അവിടെ നിന്ന് എന്റെ വീഡിയോ എടുക്കുന്നത് കഴിയാൻ വേണ്ടി കാത്തിട്ടായിരുന്നു കേട്ടോ. സോ നമ്മളിനി പാസ്പോർട്ട് സ്കാൻ ചെയ്ത് പുറത്തേക്ക് കിടക്കാം. നമ്മൾ വന്ന റെയിൽവേ സ്റ്റേഷനേക്കാളും അടിപൊളിയാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ. കറക്റ്റ് നമ്മൾക്ക് ഒരു എയർപോർട്ടിൽ വന്നിട്ടുള്ള ഒരു ഫീല് തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, ആണോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? അടിപൊളിയല്ലേ?
എന്ത് ക്ലീനാന്നറിയോ, ഓരോ സ്ഥലം എന്ത് ക്ലീനാന്നറിയോ. എനിക്ക് തോന്നുന്നു യൂറോപ്പിനേക്കാളൊക്കെ ഫാർ 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 ബെറ്റർ ആണ് ശരിക്കും ചൈന. നമ്മൾ സിയാനെത്തി. സിയാനിൽ നമ്മളെ കൊണ്ടുവരാനായിട്ടുള്ള ബസ് ഇതാ വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ഗൈഡ് എത്തി. എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം സമയം എന്ന് പറയുന്നത് 7:45 കേട്ടോ. പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ യൂറോപ്പ് പോലെ തന്നെയാണ്. സൂര്യൻ പോവാനായിട്ട് നേരം വൈകും സമ്മറിലും അതേപോലെ സ്പ്രിങ്ങിലും. കാരണം ഇക്വറ്റോറിയൽ റീജിയന്റെ മുകളിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അത് കാരണം കൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ വരുന്നത്. സോ ഇവിടെ ഇഷ്ടം പോലെ ടൂറുകാരുണ്ട്. നിറച്ച് ഇന്ത്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എസ്പെഷ്യലി മലയാളികൾ കുറെ പേര് ഞങ്ങൾ കണ്ടു. പല ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം അല്ലെ. റൂമും കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം അല്ലെ. സോ ഇതാണ് നമ്മുടെ സിയാനിലെ റൂമല്ല ക്ലോസറ്റ് വരുന്നത്. ഓ ഇത് ഇലക്ട്രിക് ക്ലോസറ്റ് ആണ്, വാട്ടർ ക്ലോസറ്റ് ആണ് കണ്ടോ. ഓ നൈസ്. പിന്നെ ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്. പിന്നെ അവിടെ ലൈറ്റ് ഉണ്ട്. നമുക്ക് സ്വിച്ച് കണ്ടുപിടിക്കണം. പിന്നെ അത്യാവശ്യം വേണ്ട ബ്രഷ് പേസ്റ്റ് സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ ഇവിടെ വരുമ്പോ ഇവിടെ ഒരു കബോർഡ്. ഓക്കെ ദെൻ അപ്പോ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നേ. ഇതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബെയ്ജിങ്ങിൽ നിന്ന ആ ഒരു ഫുൾ സെറ്റപ്പിനെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. അത് 5 സ്റ്റാർ ഹോട്ടലായിരുന്നു എന്നുണ്ടെങ്കിലും ഇതിന്റെ അത്ര ഒരു ക്ലീനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നല്ലൊരു TV ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് ഇന്ന് പാക്ക്ഡ് ഫുഡാണ്. ബിരിയാണി ആണെന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് ഇനി ഹോട്ടലിൽ പോയിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ടൊക്കെ വരാനായിട്ട് സമയം എടുക്കുമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവർ പാക്ക് ചെയ്ത് ഫുഡ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നിട്ടുണ്ടായേ ഒരാൾ ഇത് കൊടു ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടായിരുന്നേ. സോ ഇന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ നോക്കി നല്ല വ്യൂ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഹോട്ടല്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതൊരു കോർണറാണ്. നമുക്കിവിടെ സമാധാനമായിട്ട് ജനലൊക്കെ തുറന്നിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. എന്തേടാ. അപ്പൊ ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അല്ലെ. നാളെ കുറച്ചും കൂടി നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നാളെ കുറച്ച് റിലാക്സ്ഡ് ജേണിയാണ് എന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞത്. പക്ഷെ കുറച്ചധികം നടക്കാനുണ്ടായിരിക്കും. നാളെയാണ് നമ്മൾ കുറെ കേട്ടിട്ടുള്ള ആ ടെറാക്കോട്ട നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സോ നമുക്കിനി നാളത്തെ വ്ലോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.